നമസ്കാരം. ശ്രീ എം കെ പ്രേമചന്ദ്രൻ എം പി ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് റെയിൽവേയുടെ മൾട്ടി ലെവൽ പാർക്കിങ്ങിൻ്റെ ഉദ്ഘാടന വേളയിൽ കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അനിതര സാധാരണമായ വികസനമാണ് റെയിൽവേ മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് എന്ന് വളരെയധികം പ്രശംസിച്ച് നരേന്ദ്രമോദി സർക്കാരിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അതേ തുടർന്ന് പ്രസംഗിച്ച ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് എം കെ പ്രേമചന്ദ്രനെയും ശ്രീ ശശി തരൂരിനെയും പോലെയുള്ള രാഷ്ട്രീയക്കാർ വിരളമാണ്. അവർ രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം രാഷ്ട്രീയം നോക്കാതെ നിലകൊള്ളുന്നു എന്ന് ശ്രീ സുരേഷ് ഗോപിയും പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ അതൊന്ന് പരിശോധിക്കുമ്പോൾ ആ വാർത്തയിൽ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥയൊന്ന് പരിശോധിക്കുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഇപ്പോൾ എം കെ പ്രേമചന്ദ്രൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം പല അവസരങ്ങളിലും രാജ്യത്തിൻ്റെ വികസനം കണ്ടില്ല എന്ന് നടിച്ച് പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിനെ പ്രശംസിക്കുന്ന ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം നല്ല കാര്യങ്ങളെന്ന് തന്നെ പറയണമെന്നുള്ളൊരു നിലപാട് അദ്ദേഹം കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹത്തെ പല എതിർപ്പുകളും മോദി സർക്കാരിന് നേരെ ഉന്നയിക്കുവാൻ ഉന്നയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അദ്ദേഹം വികസനങ്ങൾ നടക്കുന്നുണ്ട് എന്ന സത്യസന്ധമായ നിലപാടുകൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത് പ്രസ്താവിക്കുകയുണ്ടായി. ഇനി ശ്രീ ശശി തരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യമെടുത്താലും രാജ്യം അമേരിക്കയോട് ഇടപെടുന്ന കാര്യങ്ങളെടുത്താലും അതിൽ ചില വിമർശനങ്ങൾ സമീപകാലത്ത് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത മറക്കാതെ തന്നെ പറയുകയാണ്. അദ്ദേഹം നല്ല കാര്യങ്ങളാണെന്ന് പ്രശംസിക്കുക മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് മേൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കുവാൻ രൂപീകരിച്ച സംഘങ്ങളിൽ എന്ന് വേണം പറയാൻ, നിരവധി സംഘങ്ങളുണ്ടായിരുന്നു. ആ സംഘങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച സംഘങ്ങളിലൊന്ന് ശ്രീ ശശി തരൂർ നയിച്ച സംഘമായിരുന്നു. ഒരു കാര്യം ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ഈ സംഘത്തിലേക്ക് ഒരു പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ശശി തരൂരിൻ്റെ പേര് ഒഴിവാക്കി മറ്റു പലരുടെയും പേരുകളാണ് മുന്നോട്ട് വെച്ചത്. പ്രിയാങ്ക് ഖാർഗെയുടെ പേരാണെന്നാണ് എൻ്റെ ഓർമ്മ. പ്രിയാങ്ക് ഖാർഗെ പോലെ ഒരു ഇത്രയും രാജ്യവിരുദ്ധമായും മോദി വിരുദ്ധമായും നിരന്തരം സംസാരിക്കുന്ന, യാതൊരു തരത്തിലും മോദി സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുക ഞാൻ ഒരു തരത്തിലും സമ്മതിക്കാത്തൊരു വ്യക്തി വേറെയില്ല. അതല്ല പ്രശ്നം. രാജ്യത്തിനെതിരെയും അദ്ദേഹം പലപ്പോഴും മോദിക്കെതിരെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പേരാണ് കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിച്ചത്. പക്ഷേ ആ നാമനിർദ്ദേശം തള്ളിക്കൊണ്ട് തന്നെ ശ്രീ ശശി തരൂരിനെ മോദി സർക്കാർ നിയമിക്കുകയും അദ്ദേഹം ഒരു ഉജ്ജ്വലമായ പ്രകടനം തന്നെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുകയും ഭാരതത്തിൻ്റെ നിലപാടും ഭാരതം കൈക്കൊണ്ട നടപടികളും എല്ലാം വളരെ സുവ്യക്തമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു എന്നുള്ളത് നാം എല്ലാം കണ്ടതാണ്. അതുമാത്രമല്ല, നിരവധി തവണ രാഷ്ട്രീയത്തിനുപരിയായി താനൊരു രാജ്യസ്നേഹിയാണ് എന്ന് ശ്രീ ശശി തരൂർ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ടാവാം. ഒരു പരിധിവരെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അസൂയമുണ്ടാകാം. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ പറയേണ്ടി വരും, അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് എന്നാണ് ഇന്നേ ദിവസം വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തെളിയിച്ചിട്ടുള്ളത്. ഒപ്പം ഒരാളുടെ കൂടി പേര് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, OICയുടെ അമ്പരക്കണ്ട ഓപ്പറേഷൻ സിന്ദൂറിനെ ബന്ധപ്പെട്ടിട്ടുള്ള സംഘത്തിൻ്റെ കാര്യത്തിന് മാത്രമാണ്. അതിന് മുൻപും പിൻപും OICയുടെ യാതൊരു തരം നടപടികളോടോ പ്രസ്താവനകളോടോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടോ ഒരു തരത്തിലുള്ള യോജിപ്പും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞേ തീരൂ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് പോയ ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങളിൽ ശശി തരൂരിന് ശേഷമോ അല്ലെങ്കിൽ തൊട്ട് പിന്നിലോ അല്ലെങ്കിൽ ശശി തരൂരിനോടൊപ്പം തന്നെയോ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചൊരു സംഘം OICയുടെ സംഘമായിരുന്നു. പാകിസ്ഥാനെ ഇത്രയും രൂക്ഷമായി വിമർശിച്ച ഒരു നേതാവ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തെ കാര്യമാണ് പറയുന്നത്, BJPയിൽ പോലും ഇല്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത. രാഷ്ട്രത്തോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ അദ്ദേഹം നിലകൊണ്ടു. ഇനി നമുക്ക് ദൗർഭാഗ്യവശാൽ ശശി തരൂർ ഇന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കാര്യം കൂടി മൊത്തമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവും കൂടിയാണ് അദ്ദേഹം, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് അദ്ദേഹം.
ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ മാത്രമൊന്ന് പരിശോധിച്ചാൽ എക്കാലവും രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു മനോഭാവമാണ് അദ്ദേഹം കൈക്കൊണ്ടുവരുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹം പൂർണ്ണമായും സൈന്യത്തിൻ്റെ നടപടികൾക്ക് മേൽ സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക, നരേന്ദ്രമോദി ട്രംപിന് മുമ്പിൽ കീഴടങ്ങി എന്നുള്ള പ്രസ്താവനകൾ നടത്തുക, ട്രംപ് പറഞ്ഞ വാക്കുകൾ വിഡ്ഢിത്തങ്ങൾ, ട്രംപ് ഓരോ തവണ 7 വിമാനങ്ങൾ വീണു, 8 വിമാനങ്ങൾ വീണു, 6 വീണു, ഞാൻ വിളിച്ചിട്ടാണ് മോദി പറഞ്ഞത്, അല്ല ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല, ഇതെല്ലാം ട്രംപ് ഓരോ തവണയും മാറ്റി പറയുമ്പോൾ നരേന്ദ്ര സറണ്ടർ എന്നിട്ട് പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാഷ്ട്രീയ പ്രതിയോഗിയായ നരേന്ദ്രമോദിയല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വിമർശിച്ച് പാകിസ്ഥാനി സാമൂഹ്യ മാധ്യമങ്ങളെക്കാളുപരി പാകിസ്ഥാന് ഗുണകരമായ പ്രസ്താവനകൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്ന ആശയപരമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അവിടെ ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും പുൽവാമ ആക്രമണത്തിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ പ്രതികാരമായി ബാലക്കോട്ടിലെ ആക്രമണം നരേന്ദ്രമോദി സർക്കാർ നടത്തിയപ്പോഴും ഭാരത സൈന്യം ഭീകരവാദത്തിൻ്റെ പഠന കേന്ദ്രങ്ങൾ തച്ച് തകർത്ത് 300ഓളം ഭീകരവാദികളെ ഹോറിഫൈഡ് ആക്കിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതിനൊക്കെ തെളിവ് വേണം, ഇതിനൊന്നും തെളിവില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ്. പിറ്റേ ദിവസം പാകിസ്ഥാനി നേതാക്കളോ പ്രധാനമന്ത്രിയോ ഉപപ്രധാനമന്ത്രിയോ അവരുടെ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പൈൻ മരങ്ങൾ മാത്രമാണ് വീണത് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകത്തിന് മുന്നിൽ വയ്ക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം വേറെ. കാരണം തെളിവുകൾ ഭാരത സൈന്യം തന്നെ നിരവധി പുറത്തുവിട്ടിരുന്നു, ഈ ആക്രമണങ്ങളെയെല്ലാം സംബന്ധിച്ചുള്ള തെളിവുകൾ. ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ ആയപ്പോൾ വീഡിയോ തന്നെ നല്ല HD ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കണ്ടാൽ മനസ്സിലാവുന്ന വീഡിയോകൾ തന്നെ നിരവധി വ്യോമസേന പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഇതൊന്നും ഫലവത്തായില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിലെ ചട്ടുകമായി അറിയാതെയോ എന്ന് ഞാൻ പറയുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം തനിക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി പദത്തിൽ എത്തണമെന്നുള്ളൊരു അത്യാർത്തി കാരണം രാഷ്ട്രത്തിന് എന്ത് സംഭവിച്ചാലും, രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിന് എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ല, താൻ നരേന്ദ്രമോദിയെ എന്ത് വ്യാജ പ്രചരണം നടത്തിയും വിമർശിക്കും, അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെയെല്ലാം താറടിച്ച് കാണിക്കും, എന്ത് കള്ളം പറഞ്ഞും താറടിച്ച് കാണിക്കുമെന്നുള്ളൊരു ഒരേ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതിലും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിനെ പോലെ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിലുള്ളൊരു വ്യക്തി, അതായത് രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു വ്യക്തി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം ശശി തരൂരിൻ്റെ. എന്നാലും ഒരു കാര്യം വീണ്ടും പറയുന്നു, ശശി തരൂരിനെ പോലെ, MK പ്രേമചന്ദ്രനെ പോലെ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് OICയെ പോലെ രാജ്യസ്നേഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ, ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിരളമാണ്. പക്ഷേ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ആവശ്യം ധാരാളമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ, ഭാരതീയ സമൂഹത്തിൽ ഇന്നുണ്ട് താനും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.